മറ്റു വാർത്തകളിലേക്ക്. ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇടുക്കിയിലെ ആദ്യത്തെ ബസിലിക്കയും കേരളത്തിലെ 11ാമത്തെ ബസിലിക്കയുമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ഇന്നലെ നടന്ന ചടങ്ങിലായിരുന്നു മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത്. പ്രദക്ഷിണശേഷം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റവറന്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ ബസിലിക്കയുടെ സ്ഥാനചിഹ്നം അനാവരണം ചെയ്തു. തുടർന്ന് നടന്ന പൊന്തഫിക്ക ദിവ്യബലിക്ക് വിജയപുരം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ തക്കത്തച്ചേരിയിൽ നേതൃത്വം നൽകി. ദിവ്യബലി മധ്യേ വിജയപുരം രൂപതാ സഹായമെത്രാൻ റവറന്റ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽപ്പറമ്പിൽ മാർപ്പാപ്പയുടെ ഡിക്രി വായിച്ച് ബസിലിക്ക പ്രഖ്യാപനം നടത്തി. On the occasion of 125 years of its foundation, invoking through the intercession of the Blessed Virgin Mary an abundance of divine graces, May 26, 2024. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് ബാവ വചനപ്രഘോഷണം നടത്തി. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നൽ, മലങ്കര കോട്ടയം രൂപതാ ബിഷപ്പ് മാർ അപ്രോം, കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അബ്രോസ് പുത്തൻവീട്ടിൽ, നാഗർകോവിൽ ബിഷപ്പ് എമിറ്റോസ് റെമഡിയോസ് എന്നീ 12ഓളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ദിവ്യബലിയിലാണ് ബസിലിക്കയുടെ പ്രഖ്യാപനം നടന്നത്. 100-ലധികം വൈദികരും സന്യസ്തരും 100-കണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. Franciscus Viola, Archiepiscopus Secretis. സ്പാനിഷ് മിഷണറിയായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം 2024 ഫെബ്രുവരി 27 ഫ്രാൻസിസ് മാർപ്പാ ബസിലിക്കായി ഉയർത്തിയത്. ജില്ലയിലെ ആദ്യത്തെ ബസിലിക്കയും കേരളത്തിലെ 11ാമത്തെയും രാജ്യത്തെ 31ാമത്തെയും ബസിലിക്കയുമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ദേവാലയത്തിന്റെ പൈതൃകം, പാരമ്പര്യം എന്നിവയ്ക്ക് പരിഗണിച്ചാണ് ഉന്നത പദവിയായ ബസിലിക്ക പദവി ദേവാലയങ്ങൾക്ക് നൽകുന്നത്. തേയിലത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത്. 1 വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. ഇടുക്കിയിലെ ആദ്യത്തെ ബസിലിക്കായി ഉയർത്തിയ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ വിശ്വാസികളും നാട്ടുകാരും ഒരുപോലെ സന്തോഷത്തിലാണ്. ബസിലിക്ക പ്രഖ്യാപനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ഗിരീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.